ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 9ാം ക്ലാസ്സിന്റെ ഫിസിക്സിലെ വർക്ക് ആൻഡ് എനർജി എന്ന ചാപ്റ്ററിന്റെ ലേറ്റസ്റ്റ് എസ്എസ് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിരിക്കുന്നത്. അതിൽ നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ഭാഗത്ത് 5 ക്വസ്റ്റ്യൻ, പിന്നെ അതിനുശേഷം വരുന്ന 5 ക്വസ്റ്റ്യൻ, അതിനുശേഷം വരുന്ന 5 ക്വസ്റ്റ്യൻ, അങ്ങനെ 3 ഭാഗങ്ങളാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് ഒരു നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലെ. വർക്ക് ആൻഡ് എനർജിയിലെ ലേറ്റസ്റ്റ് എസ്എസ് ആണ് കേട്ടോ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് വർക്ക്? അതായത് വർക്കിന്റെ സെയിം യൂണിറ്റ് വരുന്ന ഏത് ക്വാണ്ടിറ്റിയാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അറിയണം വർക്കിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, വർക്കിന്റെ യൂണിറ്റ് മക്കളെ പഠിച്ചു വെച്ചോണം. എന്താണ്? ജൂളാണ് വർക്കിന്റെ യൂണിറ്റ്. എന്താണ്? ജൂളാണ് വർക്കിന്റെ യൂണിറ്റ്. ഓക്കെ, ഇനി നമ്മളെ ഓപ്ഷൻസിലേക്ക് വരിക. ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് പവറിന്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, വാട്ടാണ് അല്ലെ. എന്താണ്? വാട്ടാണ്. ഇനി എനർജിയുടെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂളാണ് അല്ലെ. നമുക്കിപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? യെസ്, നിങ്ങൾക്കറിയാം, ന്യൂട്ടൺ ആണ് അല്ലെ. എന്താണ്? ന്യൂട്ടൺ ആണ്. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൂരാണ് അല്ലെ. ദൂരം എന്ന് നമ്മൾ പറയുമ്പോൾ മീറ്ററിലാണ് നമ്മൾ പറയാ. ഓക്കെ, അപ്പൊ അതിന്റെ നമുക്ക് യൂണിറ്റ്, എല്ലാത്തിന്റെയും യൂണിറ്റ് നമുക്ക് മനസ്സിലാക്കിയെടുത്തു. ഇതിൽ സെയിം യൂണിറ്റ് വരുന്നത് ആർക്കാന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, വർക്കിനും എനർജിക്കും എന്താണ്? സെയിം യൂണിറ്റ് ആണ് വരുന്നത് അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എനർജിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. അതുപോലെ വർക്കിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സെയിം യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞു. വർക്കിനും എനർജിക്കും എന്താണ്? സെയിം യൂണിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ആർ സ്കേലാർ ക്വാണ്ടിറ്റി? എന്താ മക്കളെ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവയ്ക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും അല്ലെ. അതായത് സ്കേലാർ ക്വാണ്ടിറ്റിക്ക് കൃത്യമായിട്ടൊരു അളവ് ഉണ്ടാവും. അതാണ് മാഗ്നിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കൃത്യമായിട്ടൊരു അളവ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ അവർക്ക് എന്തുണ്ടാവില്ല? ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ ഉണ്ടാവില്ല. അതായത് അവരുടെ കൃത്യമായിട്ടുള്ള ദിശ അവർക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഉണ്ടാവില്ല, പകരം മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, പക്ഷേ ഡയറക്ഷൻ ഉണ്ടാവില്ല. അത് നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്കേലാർ ക്വാണ്ടിറ്റി. ഇനി അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കതിന്റെ എക്സാമ്പിൾസ് മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ LSSന് ഈ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടൂ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കൂ. ടൈം അല്ലെ. ടൈമിന് നമുക്ക് അളവാണ് പറയാൻ പറ്റുക, പക്ഷെ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ദിശയില്ല. അപ്പൊ അത് ആക്ച്വലി ഏതിലാണ് പെടുക? സ്കേലാറിൽ പെടും. ഓക്കെ, അതുപോലെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്തിലാണ് പെടുക? യെസ്, സ്കേലാറിലാണ് പെടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ് അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ടൈമും സ്കേലാറാണ്, എനർജിയും സ്കേലാറാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഓപ്ഷൻ നോക്കൂ. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി വെക്റ്ററും വെക്റ്ററും ആണ് അല്ലെ. നമുക്ക് വേണ്ടത് എന്തായിരുന്നു? സ്കേലാർ ക്വാണ്ടിറ്റി ആണ് വേണ്ടത്. അപ്പോ സെക്കൻഡ് ഓപ്ഷൻ എന്തല്ല? കറക്റ്റ് അല്ല. ഓക്കെ, യെസ്. ഇനി അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. മൂന്നാമത്തേൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്കേലാർ ആണ്, പക്ഷെ ആക്സലറേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ആണ്. അപ്പോൾ ഈ ഓപ്ഷനും എന്തല്ല? കറക്റ്റ് അല്ല. നമുക്ക് വേണ്ടത് എന്തായിരുന്നു? സ്കേലാർ മാത്രമാണ് കിട്ടേണ്ടത്. അപ്പൊ സ്കേലാർ മാത്രം കിട്ടുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ ആണ്, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെക്റ്റർ തന്നെയാണ്. അപ്പോൾ അതും നമുക്ക് തെറ്റായിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് അല്ലെ. ടൈം ആൻഡ് എനർജി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചോണം കേട്ടോ അതൊക്കെ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്? അതായത് മക്കളെ, മീറ്റർ, അതുപോലെ കിലോഗ്രാം, അതുപോലെ സെക്കൻഡ്, ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ. അതായത് നമ്മൾ ഡിസ്റ്റൻസിൻ്റെത് മീറ്റർ എന്നും മാസിൻ്റെത് കിലോഗ്രാം എന്നും സമയത്തിൻ്റെത് സെക്കൻഡും എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പവറിന്റെ യൂണിറ്റ് ആണ് വേണ്ടത്. എടാ മക്കളെ, ഞാൻ ചോദിക്കട്ടെ, പവറിന്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കൂ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ബൈ ടൈം അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഇക്വേഷൻ ആണ് എനർജി ബൈ ടൈം അല്ലെ. ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പവർ ഈക്വൽ ടു എനർജി ബൈ ടൈം ആണ് നമ്മുടെ ഇക്വേഷൻ.
ഓക്കെ, അപ്പോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും പൊട്ടൻഷ്യൽ എനർജി എന്ന് എടുക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി, കാരണം ഇതൊരു ഇക്വേഷൻ രീതിയിലേക്ക് ഡിറൈവ് ചെയ്ത് വരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എനർജിക്ക് പകരം ഇനി എനിക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എനർജിക്ക് പകരം ഇനി എന്തെടുക്കാം? പൊട്ടൻഷ്യൽ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് mgh. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും mgh/T. എന്തുകൊണ്ടാണ് ഞാനിവിടെ mgh എഴുതിയത്? mgh എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയമാണ് അല്ലേ? അപ്പം mgh/T. അപ്പം m×g×h/T എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത് അല്ലേ? അപ്പോൾ m എന്ന് പറയുന്നത് മക്കളെ ഇവിടുത്തെ മാസ് ആണ് അല്ലേ? മാസിന്റെ യൂണിറ്റ് നമ്മൾ കിലോഗ്രാം എന്നാണ് എടുത്തത് അല്ലേ? ഇൻറ്റു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് ആക്സലറേഷൻ ആണ്. അതിന്റെ യൂണിറ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം m/s² ആണ് അല്ലേ? m/s² അല്ലെങ്കിൽ m/s². ഇൻറ്റു h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിന് നമ്മൾ എടുത്തത് മീറ്റർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി ഇൻറ്റു മീറ്റർ. ഓക്കെ, ബൈ ടി. ഇവിടെ നമ്മൾ ബൈ ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇൻറ്റു 1/s എന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡെറിവേഷൻ വരുന്നത് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് സാധനമൊന്നും അല്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, m×g×h, അതായത് എമ്മിന് പകരം കിലോഗ്രാം കൊടുത്തു. എന്തുകൊണ്ടാണ് കൊടുത്തത്? ഇത് മാസ് ആണ് അല്ലെ? മാസിന് പകരം കിലോഗ്രാം കൊടുത്തു. ഇനി ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ നമ്മൾ ആക്സലറേഷന്റെ m/s² കൊടുത്തു. ഓക്കെ, ഇനി h എന്ന് പറഞ്ഞാൽ ദൂരാണ്. ആ ദൂരത്തിന് പകരം നമ്മൾ ഇവിടെ മീറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ ടി ആയിരുന്നു അല്ലെ? ഈ ഡിവൈഡഡ് ബൈ ടിക്ക് പകരമാണ് നമ്മൾ എന്ത് കൊടുത്തത്? 1/s എന്ന് കൊടുത്തത്. അതായത് 1/s, കാരണം സമയത്തിന്റെ യൂണിറ്റ് നമ്മൾ എന്താണ് അർത്ഥമെടുത്തത്? സെക്കൻഡ് എന്നാണ് അല്ലെ? അതായത് സെക്കൻഡ് എന്നാണ് എടുത്തത്. അത് മാത്രമല്ല ഇവിടെ ഡിവൈഡഡ് ബൈ ടി ആണ്, അതായത് ടി താഴെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തത്? 1/s എന്ന് എടുത്തത്. അല്ലെങ്കിൽ ടി മുകളിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേനെ? വെറുതെ എസ് എന്ന് മാത്രം കൊടുത്തേനെ. പറഞ്ഞ മനസ്സിലായോ? ടി മുകളിലായിരുന്നെങ്കിൽ അതിനെന്താക്കി എടുക്കണമായിരുന്നു? എസ് എന്ന് എടുത്താനായിരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ ഡിവൈഡഡ് ബൈ ടി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 1/s എന്നേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം ടി താഴെയാണ്, അതുകൊണ്ട് 1/s എന്ന് എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കിലോഗ്രാം ഇൻറ്റു m. എടാ മക്കളെ, m×m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m² അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ kg m²/s³ എന്ന് കിട്ടും. ഓക്കെ, kg m²/s³. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കൂ. അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് ഓപ്ഷൻ kg m²/s³. ഓക്കെ, കിലോഗ്രാം m²/s³. അപ്പൊ നമ്മുടെ ഓപ്ഷൻ കൃത്യമായിട്ട് വരുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 ആണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ. എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു. ഒന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ ആദ്യം എഴുതി എനർജി ബൈ ടൈം എന്ന്. എനർജിക്ക് പകരം പൊട്ടൻഷ്യൽ എനർജിയുടെ mgh കൊടുത്തു, ബൈ ടൈമിന് പകരം ടി കൊടുത്തു. ഇനി mgh m എന്ന് പറയുന്നത് മാസ് ആണ്. ആ മാസിന് പകരം കിലോഗ്രാം, ജിക്ക് പകരം m/s², എച്ചിന് പകരം എന്ത് കൊടുത്തു? m എന്ന് കൊടുത്തു. ഇനി ഡിവൈഡഡ് ബൈ ടി ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? 1/s എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എല്ലാതും നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. kg×m. അപ്പൊ നമുക്ക് മനസ്സിലായി m×m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m² ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ kg m² എന്ന് കിട്ടി. ഇനി താഴെ എന്തുണ്ടായിരുന്നു? s² × s. എടാ s² × s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s³ ആണ് കേട്ടോ. s³ ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ kg m² എന്ത് കിട്ടി? s³ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ മാത്തമാറ്റിക്സ് കൃത്യമായിട്ട് പഠിക്കാത്തവർക്കായിരിക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവുക. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ച് പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. An object of mass 2.4 kilogram is kept on a level surface. അതായത് ഒരു ലെവൽ സർഫസിൽ ഒരു മാസ് വെച്ചിട്ടുണ്ട്. ആ മാസ് എത്രയാണ്? 2.4 കിലോഗ്രാം ആണ് അല്ലെ? 2.4 കിലോഗ്രാം ആണ്. On applying a force of 50 Newton, the object moves 8 meter in the direction of the force. അതായത് ഒരു ഫോഴ്സ് കൊടുത്തു, ആ ഒരു വസ്തുവിൽ ഒരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് 50 ന്യൂട്ടൺ ആണ്. ഇങ്ങനെ ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ ഒരു വസ്തു കുറച്ചു നേരം നീങ്ങിയിട്ട് എത്രയായിട്ട് മാറി? യെസ്, 8 മീറ്റർ അകലേക്ക് നീങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ. ഇവിടുത്തെ വർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മക്കളെ, ഇത്തരത്തിലൊരു കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം തന്നിട്ടുള്ള ഡാറ്റാസ് അല്ലാതെ നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മാസ് തന്നിട്ടുണ്ട് അല്ലേ? മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 2.4 കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഫോഴ്സ് തന്നിട്ടുണ്ട് എത്രയാണ്? യെസ്, 50 ന്യൂട്ടൺ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഫോഴ്സ് തന്നിട്ടുണ്ട് 50 ന്യൂട്ടൺ ആണെന്ന്. ഇനി അതുപോലെ ഇത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 8 മീറ്റർ ആണ്. അതായത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവർ ഉദ്ദേശിച്ചത്. എത്രയാണ്? യെസ്, ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടുത്തെ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? യെസ്, 50 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ 50 ഇൻറ്റു, ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 8, സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാം കേട്ടോ അത്. അപ്പൊ 50 ഇൻറ്റു 8 അല്ലെ? 8 5 40 എന്ന് കിട്ടി. അതിനുശേഷം ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? യെസ്, 400 ജൂൾ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, എത്ര കിട്ടിയിട്ടുണ്ടാവും? 400 ജൂൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടുത്തെ വർക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ മാസ് തന്നിട്ടുണ്ട്. അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മാസ് കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഒന്നും ചെയ്യരുത്. നമുക്കിവിടെ വെറുതെയാണ് മാസ് തന്നിട്ടുള്ളത്. വെറുതെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദ്യത്തിൽ മാസ് തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് 400 ജൂൾ എന്ന് പറഞ്ഞിട്ട് ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 400 ജൂൾ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു പുള്ളിയുടെ ക്വസ്റ്റ്യൻ ആണ്. പുള്ളിയിൽ 20 കിലോഗ്രാം മാസുള്ള ഒരു സാധനത്തിന് മുകളിലേക്ക് എത്തിക്കുകയാണ് അല്ലെ? നമുക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ദ ഫിഗർ ഡെപിക്സ് എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് 5 മീറ്റർ യൂസിങ് എ പുള്ളി. അതായത് 20 കിലോഗ്രാം മാസുള്ള ഒരു സാധനത്തിനെ നമ്മൾ 5 മീറ്റർ ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഇഫ് ദ വർക്ക് ഡൺ ഈസ് 1020 ജൂൾ. ഇവിടെ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 1020 ജൂൾ ആണ് എങ്കിൽ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the work done here if the force of friction of the pulley is not considered? അതായത് മക്കളെ, ഈ പുള്ളി വലിക്കുന്ന സമയത്ത് നമുക്കറിയാം 20 കിലോഗ്രാം മാസുള്ള ഒരു സാധനത്തിനെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ? അതായത് മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇങ്ങനെ വലിക്കുകയാണ് അല്ലെ? നിങ്ങൾ കിണറിൽ വെള്ളം കോരുന്നത് ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ താഴേക്ക് വലിക്കുന്ന സമയത്ത് ഇതൊരു ബക്കറ്റ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഒരു ബക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. ഈ വെള്ളമുള്ള ബക്കറ്റ് എവിടേക്കാണ് പോവുക? യെസ്, മുകളിലേക്കാണ് പോവുക അല്ലെ? അപ്പൊ നമ്മൾ താഴേക്ക് വലിക്കുന്ന സമയത്ത് ഈ ബക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ ചലനം അല്ലെങ്കിൽ ഇതിന്റെ മോഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഫ്രിക്ഷനും രണ്ടും കൂട്ടിയിട്ടാണ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 1020 അവർ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിന്റെ മുകളിലേക്കുള്ള സംഭവവും അതുപോലെ ഫ്രിക്ഷനും കൂട്ടിയിട്ടാണ് അവർ ക്വസ്റ്റ്യനിൽ വർക്ക് എന്ന് പറയുന്നത് 1020 ജൂൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രിക്ഷൻ ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ്. ഇവിടെ ഫ്രിക്ഷൻ എടുക്കാതെ നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്തോ അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഇത്രയുള്ള സംഭവം. ഈ 20 കിലോഗ്രാം മാസിന് ഞാൻ എന്ത് ചെയ്തു? 5 മീറ്റർ ഹൈറ്റിലേക്ക് കൊണ്ടുപോയി അല്ലെ? 5 മീറ്റർ ഹൈറ്റിലേക്ക് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് ഏത് എനർജിയാണ് ഉണ്ടാവുക? നിങ്ങൾ പറഞ്ഞേ, കൈനറ്റിക് എനർജി ആണോ പൊട്ടൻഷ്യൽ എനർജി ആണോ? യെസ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം ഒരു വസ്തുവിനെ താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന എനർജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അവർ ഇൻഡയറക്ട്ലി ചോദിച്ചിട്ടുള്ളത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻ ഇതാണ്, mgh. ഓക്കെ, mgh. അപ്പോൾ ഇവിടുത്തെ m എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് ആണ് അല്ലെ? 20 കിലോഗ്രാം ആണ്. അപ്പോൾ 20 ഇൻറ്റു g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈറ്റ് ആണ്, അത് 5 മീറ്റർ. അപ്പോൾ 10 ഇൻറ്റു 5. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും 20 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. 200 ഇൻറ്റു 5 അല്ലെങ്കിൽ 2 5 10 എന്ന് എഴുതുക. അതിനുശേഷം 2 പൂജ്യംസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. എത്ര കിട്ടും? 1000 ജൂൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടുത്തെ എന്ത് കിട്ടുന്നുണ്ടാവുക? ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ഇവിടുത്തെ വർക്ക് കിട്ടുന്നുണ്ടാവുക. ഫ്രിക്ഷനെ കൺസിഡർ ചെയ്യാതെ കിട്ടുന്ന വർക്ക്.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ ഞാൻ തിയറി ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വർക്ക് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 1000 ജൂൾ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് ഫ്രിക്ഷൻ ഇല്ലാത്ത കേസിലാണ് കേട്ടോ 1000. ഫ്രിക്ഷൻ കൂട്ടിയിട്ടാണ് നമ്മൾ എത്ര പറഞ്ഞത്, 1020 പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ ഓഫ് ദ പുള്ളി. അതായത് ഇവിടെ നമുക്ക് ഫ്രിക്ഷൻ ഉള്ളതാണ് 1020 ഞാൻ പറഞ്ഞു, ഫ്രിക്ഷൻ കൂട്ടിയിട്ടാണ് 1020 ജൂൾ നമ്മൾ പറഞ്ഞത്. ഇനി ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് എത്രയാണ് കിട്ടിയത്, 1000 ജൂളാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ കാണണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ, ഫ്രിക്ഷന്റെ എതിരെ നമുക്ക് വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, യെസ്, ആദ്യമേ എത്ര വർക്ക് ചെയ്തോ, അതായത് ഫ്രിക്ഷനിൽ എത്ര വർക്ക് ചെയ്തോ മൈനസ് നമുക്ക് ഫ്രിക്ഷൻ ഇല്ലാതെ ചെയ്ത വർക്ക് ചെയ്താൽ മതി. അതായത് നമുക്ക് ആദ്യം കിട്ടിയ വർക്ക് എത്രയായിരുന്നു, 1020 മൈനസ് 1000 ചെയ്താൽ മതി. മനസ്സിലാവാത്തവരുണ്ടാവും, ശ്രദ്ധിക്കുക. അതായത് മക്കളെ ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചത്, ഇവിടെ ഫ്രിക്ഷൻ കൂട്ടിയിട്ടാണ് നമുക്ക് എത്ര കിട്ടിയത്, 1020 കിട്ടിയത്. ഓക്കെ, ഇനി ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് എത്ര കിട്ടിയത്, 1000 കിട്ടി. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാലാണ് എന്ത് വില കണ്ടുപിടിക്കാൻ പറ്റുക, ഫ്രിക്ഷനിന്റെ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വർക്ക് അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, 1020 നിന്ന് എത്ര കുറച്ചാൽ മതി, 1000 കുറച്ചാൽ മതി. മനസ്സിലായല്ലോ, യെസ്. അപ്പോൾ 1020 നിന്ന് 1000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 20 ജൂൾ എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. എത്രയാണ് ആൻസർ നമുക്ക് വരിക, 20 ജൂൾ എന്ന് പറഞ്ഞിട്ടാണ് വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പുറകിലേക്ക് പോയിട്ട് കാണുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ലോജിക്ക് എത്രയാണ്, യെസ്, 20 കിലോഗ്രാം മാസിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷനും കൂട്ടിയിട്ടുള്ള വാല്യൂ ആണ് അവർ എത്ര തന്നിരുന്നത്, യെസ്, 1020 ജൂൾ എന്ന് തന്നിരുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫ്രിക്ഷൻ ഇല്ലാത്ത വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ എടുക്കണ്ട, നമുക്ക് ഡയറക്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി, mgh കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫ്രിക്ഷന്റെ യാതൊരുവിധ പ്രോബ്ലംസും അവിടെ വരുന്നില്ല. അപ്പോൾ ഫ്രിക്ഷന്റെ ആവശ്യമില്ലെങ്കിൽ mgh കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 1000 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രിക്ഷനുള്ള വാല്യൂ 1020 ആയിരുന്നു. ഇനി ഫ്രിക്ഷൻ ഇല്ലാത്ത വാല്യൂ 1000 ആയിരുന്നു. അതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് 20 ജൂൾ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തത്. എനിക്കറിയാം കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളുടെ ലെറ്റസ് എസ്എസിലെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്യണം, ഇത്തരം കൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിലും ഒരുപാടധികം ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കാം. ഓക്കെ, സോ താങ്ക് യു, ബൈ.